ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയത്തോട് എത്രയോ അധികമായി പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ അത്തരം പ്രാർത്ഥനകളിൽ മാതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഏതായിരിക്കുമെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? എന്നാൽ മാതാവിന് പ്രത്യേക ഇഷ്ടം കൂടുതലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. മാതാവ് തന്നെ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. പ്രാർത്ഥന ഇങ്ങനെയാണേ: പാപമില്ലാതെ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മേ, അമ്മയോട് സഹായം തേടിയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥനയാണത്രേ മാതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന. വിശുദ്ധ കാതറിൻ ലെബോറയ്ക്ക് മാതാവ് തന്നെ പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയാണ് ഇത്. കുഞ്ഞി പ്രാർത്ഥനയാണ്, നമുക്കൊന്നുകൂടി പറയാം. പാപമില്ലാതെ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മേ, അമ്മയോട് സഹായം തേടിയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ചു പ്രാർത്ഥന നമുക്ക് ചൊല്ലിക്കൊണ്ട് നടക്കാം കേട്ടോ. ഈ പ്രാർത്ഥനയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയെന്ന് മാതാവ് വെളിപ്പെടുത്തി കൊടുത്തത് ആർക്കാണെന്നറിയോ? ഹാർവാർഡിലെ പ്രൊഫസറായിരുന്ന റോയി സ്കോമേമാൻ ആണ്. നിരീശ്വരവാദിയായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ കത്തോലിക്ക സഭാംഗമാണ്. പരിശുദ്ധ കന്യകാമറിയം നൽകിയ ഒരു ദർശനത്തിലൂടെയാണ് താൻ കത്തോലിക്ക സഭാംഗമായത് എന്ന് ഷാലോം വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ തോളത്ത് ഒരു കൈ പതിക്കുകയും ആ വ്യക്തി തന്നെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തുവെന്നും അവിടെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നതായി താൻ കണ്ടുവെന്നും തൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവൾ മറുപടി നൽകിയെന്നും അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. കന്യാമറിയമാണ് അതെന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി. ഈ ദർശനത്തിലാണ് തൻ്റെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണെന്ന് മാതാവ് വെളിപ്പെടുത്തിയത്. ഇതുവഴി കത്തോലിക്ക സഭയിലേക്ക് ഇദ്ദേഹം ആകർഷിക്കപ്പെടുകയും ഒടുവിൽ കത്തോലിക്ക സഭാംഗമായി തീരുകയുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ പ്രാർത്ഥന നമുക്കും ഇനി ഏറ്റുചൊല്ലാം. പാപമില്ലാതെ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മേ, അമ്മയോട് സഹായം തേടിയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ